ഹലോ ഓൾ, വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ലെവൽസ് ഒന്ന് പരിശോധിക്കാം. ശേഷം ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ടോപ്പ് ലൂസേഴ്സ് ഏതാണെന്ന് പരിശോധിക്കാം. അതിനുശേഷം എൻ്റെ വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്സ് ഞാൻ പരിചയപ്പെടുത്താം. ആദ്യം നമുക്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ തന്നെ ഇന്ന് ഉച്ചയോടെ തന്നെ രാവിലെയോടെ തന്നെ ഞാൻ ഇന്ന് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡിമാൻഡ് ഏരിയ എന്ന്. അപ്പോൾ ആ ഒരു ഡിമാൻഡ് ഏരിയയിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്ത് നിന്നിട്ടുണ്ട്. ആൻഡ് അത് അവസാന മണിക്കൂറുകളിൽ മാർക്കറ്റ് അപ്സൈഡ് പോകാനുള്ളൊരു ശ്രമവും നോക്കിയിട്ടുണ്ട്. ശരി, 5 മിനിറ്റ് ചാർട്ട് നോക്കുകയാണെങ്കിൽ ഡിമാൻഡ് ഏരിയ ഹോൾഡ് ചെയ്ത് മാർക്കറ്റ് അപ്സൈഡ് പോകാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. സോ നാളെ ആണെങ്കിലും ഈ ഒരു ലെവൽസ് വാലിഡ് ആയിരിക്കും. ഈ ഒരു റേഞ്ച് സപ്ലൈ സോണായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. മേജർ ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് ഒരു സപ്ലൈ സോണായിട്ട് ആക്ട് ചെയ്യാനുള്ള എല്ലാ പോസിബിലിറ്റിയും ഉണ്ട്. സോ ഈ ഒരു 2 സോൺസാണ് നമുക്ക് ഇനി സൂക്ഷിക്കേണ്ടത്. ഈ ഒരു 25,440 ആൻഡ് 25,333. ഇപ്പോൾ അമേരിക്കയുടെ താരിഫ് ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട മാർക്കറ്റ് വലിയ രീതിയിലൊന്നും ഒരു നെഗറ്റീവ് ക്ലോസിംഗ് അല്ല തന്നേക്കുന്നത്. ഇപ്പോൾ 58 പോയിൻറ്റ്സ് നെഗറ്റീവ് ആണ് തന്നേക്കുന്നത്. അപ്പോൾ അതൊരു മോശം ക്ലോസിംഗ് ആണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. അപ്പോൾ മാർക്കറ്റിൽ ഞാൻ ബുള്ളിഷാണ്. അപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്കത് തീരുമാനമെടുക്കാം, പൂർണ്ണമായിട്ട് അത് ഉറപ്പിക്കാം. സോ നിഫ്റ്റിയിലെ ലെവൽസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ബാക്കി ഉള്ള മൈന്യൂട്ടായിട്ടുള്ള ഇൻട്രാഡേ ലെവൽസ് നമുക്ക് നാളെ രാവിലത്തെ പ്രീ മാർക്കറ്റ് വീഡിയോ ഡിസ്കസ് ചെയ്യാം. ആൻഡ് ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ആ ഒരു റിസൈലൻസ് ബാങ്ക് നിഫ്റ്റിയിലും നമുക്കിവിടെ കാണാം. നമ്മൾ പറഞ്ഞ അതേ ലെവൽസിൽ മാർക്കറ്റ് സപ്ലൈ എടുത്തിട്ടുണ്ട്. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം, രാവിലെ പറഞ്ഞ അതേ ഏരിയാസിൽ സപ്ലൈ എടുത്ത് മാർക്കറ്റ് ഡൗൺ സൈഡ് വന്ന് നിൽക്കുകയാണ്. സോ ബാങ്ക് നിഫ്റ്റി കുറച്ച് വീക്കായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ബട്ട് മാർക്കറ്റ് ഹോൾഡ് ചെയ്തു ബെറ്റർ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ടോപ്പ് ലൂസേഴ്സ് പരിശോധിക്കുകയാണെങ്കിൽ ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ളത് അദാനി പോർട്സും ബജാജ് ഫിനാൻസും ബജാജ് ഓട്ടോയും ശ്രീറാം ഫിനാൻസ് ആൻഡ് ഇൻഡിഗോ ആണ്. ടോപ്പ് ലൂസേഴ്സ് ആയിട്ടുള്ളത് ടാറ്റ മോട്ടോഴ്സ്, വിപ്രോ, HUL, ഇൻഫോസിസ്, മാക്സ് ഹെൽത്ത് കെയർ ആണ്. അപ്പം ഇതിൽ എൻ്റെ വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്ക് ഇൻഡിഗോയാണ്. ഇൻഡിഗോ ഞാൻ കുറച്ച് ദിവസമായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. ഇൻഡിഗോയുടെ ചാർട്ട് നമുക്ക് നോക്കാം. ഇൻഡിഗോ ചാർട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഓൾ ഔട്ട് വ്യൂ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, മാർക്കറ്റ് അപ്സൈഡ് പോവുകയാണെന്നുള്ളത് അറിയാം. ഇൻഡിഗോയുടെ ചാർട്ട് ഒരു ഓവറോൾ വ്യൂ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഹയർ ഹൈ തന്നെ അപ്സൈഡ് പോകുമായിരുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡേ ചാർട്ട് നോക്കുമ്പോഴത്തേക്കും നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നല്ല, ഒരു കൺസോൾട്ടേഷൻ ഫേസിലാണെന്നുള്ളൊരു തോന്നലാണ് വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനൊന്നും ചാർട്ടൊന്ന് നൈസായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലായി. ഈ ഒരു ഏരിയയിലാണ് മാർക്കറ്റ് റെസിസ്റ്റൻസ് എടുക്കുന്നത്. എത്രയാണ്? 5787 എന്നുള്ള ഏരിയയിൽ മാർക്കറ്റ് റെസിസ്റ്റൻസ് എടുക്കുകയാണ്. ആൻഡ് ഒരു സപ്പോർട്ട് റേഞ്ചായിട്ട് തൊട്ട് താഴെ നിൽക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? ഈ ഒരു ഗ്യാപ്പ് കണ്ടോ നിങ്ങൾ? ഈ ഒരു ഗ്യാപ്പ് ഏരിയയിലാണ് മാർക്കറ്റ് സപ്പോർട്ടായിട്ട് ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഡിഗോയുടെ ഒരു ഡിമാൻഡ് സോൺ എന്ന് പറയുന്നത് 5500 എന്നാണ് ഈ ഒരു ചെറിയ ടൈം ഫ്രെയിമിൽ നമുക്കിപ്പോൾ മനസ്സിലാവുന്നതാണ്. ഡിമാൻഡ് സോണായിട്ട് വർക്ക് ചെയ്യുന്നത് 5500 എന്നുള്ളൊരു ഏരിയയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയ നമുക്കൊന്ന് സൂക്ഷിച്ച് വയ്ക്കാം. ഡിമാൻഡ് സോണാണെന്ന് നമുക്ക് ഏകദേശം ഒന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന ഏരിയയാണ്. കാര്യം പല വട്ടവും മാർക്കറ്റ് ഈ ഏരിയ വരുമ്പോഴത്തേക്കും ഡിമാൻഡ് എടുത്ത് അപ്സൈഡ് പോകാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. സോ 2-3 വട്ടമായിട്ട് മാർക്കറ്റ് ഈ ഒരു ചെറിയ സപ്ലൈ സോൺ, ഒരു മൈനർ സപ്ലൈ സോൺ ബ്രേക്ക് ചെയ്യാനുള്ള ശ്രമം നടത്തുകയാണ്. സോ അതുകൊണ്ട് ഞാൻ ഇൻഡിഗോ വാച്ച് ലിസ്റ്റിൽ ഇട്ട് വെച്ചേക്കാണ്. ഈ ഒരു സപ്ലൈ സോൺ ബ്രേക്ക് ചെയ്ത ട്രേഡ് ഞാൻ പുഷ് ചെയ്യാനായി നോക്കും. ആൻഡ് ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാം. 6000-ലേക്ക് മാർക്കറ്റ് പോകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ നമുക്കൊന്ന് വാച്ച് ലിസ്റ്റിലിട്ട് വരുന്ന ദിവസങ്ങളിൽ വാച്ച് ചെയ്യാം. പിന്നെ ഇന്ന് സ്ട്രെങ്ത് കാണിച്ച വേറൊരു സ്റ്റോക്കാണ് ഓറിയൻ ടെക്നോളജീസ് എന്ന് പറയുന്നത്. അപ്പോൾ മോസ്റ്റ്ലി ഒരു 30-40% എത്രയാണ് 50% മൂവ്മെൻറ്റ് ഓറിയൻ ടെക്നോളജീസ് തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിനുശേഷം മാർക്കറ്റ് ഒരു ചെറിയ ഡൗൺ സൈഡ്, അതായത് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കഴിഞ്ഞ് മാർക്കറ്റ് വീണ്ടും ഒരു സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓറിയൻ ടെക് എൻ്റെ വാച്ച് ലിസ്റ്റിൽ ഞാൻ ഇട്ടിട്ടുണ്ട് വരുന്ന ദിവസങ്ങളിൽ. ആൻഡ് പ്രത്യേകിച്ച് വേറൊരു സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ രാമ ഫോസ്ഫേറ്റ്സ് എന്ന് പറഞ്ഞ കമ്പനി ഞാൻ വാച്ച് ലിസ്റ്റിൽ ഇട്ട് വെച്ചേക്കാണ്. അപ്പോൾ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ അറിയാം, ഒരു അപ്സൈഡ് മൊമെൻറ്റ്, ഒരു ഓൾ ടൈം ഹൈയിലേക്ക് രാം ഫോസ്ഫേറ്റ്സ് പോകാനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് 181 റേഞ്ചിലാണ്. ആൻഡ് ആ ഒരു ഏരിയയിലേക്കുള്ള പോകാനുള്ള ശ്രമം രാമ ഫോസ്ഫേറ്റ്സ് നടക്കുകയാണ്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ഈ സ്റ്റോക്കിൻ്റെ വാച്ച് ലിസ്റ്റിൽ ഉണ്ടാവും ബ്രേക്ക്ഔട്ട്. ആൻഡ് ഈ ഒരു ഏരിയയിൽ എങ്ങനെ മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നതെന്ന് പഠിക്കാനായിട്ട്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റോക്സ് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചാൽ അല്ലെങ്കിൽ യൂട്യൂബിൽ കമൻറ്റ് ചെയ്ത് നമ്മൾ ആ സ്റ്റോക്സ് നമ്മുടെ സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട് തന്നെ ഈ യൂട്യൂബ് ചാനൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഏതെങ്കിലും സ്റ്റോക്സ് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ഇത്രയും 2 സ്റ്റോക്സാണ് ഞാൻ വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കുന്നത്. അപ്പം ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. ബാക്കി നാളത്തെ ഇവിടെ മാർക്കറ്റ് നോക്കിയതിന് ശേഷം കൂടുതൽ ട്രേഡ്സ് നമുക്ക് എടുക്കുന്ന കാര്യത്തിൽ ഡിസ്കഷൻ നടത്താം. ഓക്കെ, പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കാം. ഹൈടെക് ഗിയേഴ്സ്. അപ്പം ഈ സ്റ്റോക്കിൻ്റെ വാച്ച് ലിസ്റ്റിലും നമ്മൾ ട്രേഡ് ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കാണ്. ഇന്ന് സാമാന്യം മോശപ്പെട്ട ക്ലോസിംഗ് എന്ന് പറയാൻ പറ്റില്ല. 876 സാമാന്യം നല്ല ക്ലോസിംഗ് ആണ്. അപ്പം ഫസ്റ്റ് ടാർഗറ്റ് 915 ആണ് ഞാൻ വെച്ചേക്കുന്നത്. ആൻഡ് 1200 വരെയൊക്കെ ഞാൻ ടാർഗറ്റ് ഹോൾഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ,
ഹൈടെക് GS. അപ്പോൾ ഇതാണ് ഞാൻ ഓൾറെഡി ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള സ്റ്റോക്സ് എന്ന് പറയുന്നത്. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അപ്പോൾ എല്ലാവർക്കും സമയം റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നാളത്തെ പ്രീ മാർക്കറ്റ് സെഷനിൽ കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.